ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ടാറ്റയുടെ ട്രക്കിൽ മെഴ്സിഡീസിന് എന്താ കാര്യം? ടാറ്റയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ. ടാറ്റ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരിക ട്രക്കുകളാണ്. ട്രക്കുകളിലൂടെയാണ് ഇന്ത്യൻ വാഹന വിപണിയെ ടാറ്റ പിടിച്ചെടുത്തത്. അതിവേഗ ട്രക്കിലേക്കുള്ള ടാറ്റയുടെ സംഭാവന. ടെമോറേസ്മോ, ഇന്ത്യയിലെ ആദ്യ CNG ബസ്, ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ്, ഇലക്ട്രിക് ഹൈബ്രിഡ് ബസ്സുകൾ. ടാറ്റയുടെ പട്ടിക തീരുന്നില്ല. എന്നാൽ ടാറ്റയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ. 70 വർഷം പഴക്കമുണ്ട് ടാറ്റ മോട്ടോഴ്സിന്. 1945 ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനിയിൽ നിന്നുമാണ് ടാറ്റയുടെ തുടക്കം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ലോക്കോമോട്ടീവുകളെ ടാറ്റ നിർമ്മിച്ചിട്ടുണ്ട്. ടാറ്റയുടെ ആദ്യകാല ട്രക്കുകളിൽ മെഴ്സിഡീസ് ലോഗോയാണ് ഒരുങ്ങിയിരുന്നത്. ഡൈംലർ ബെൻസിയുമായുള്ള സാങ്കേതിക പങ്കാളിത്തത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. 1955 ടാറ്റയുടെ 3 ട്രക്കുകൾ ജനീവ ബോംബെ റാലിയിൽ പങ്കെടുത്തിരുന്നു. ബ്രേക്ക് ഡൗണുകൾ നേരിടാതെ 12,874 കിലോമീറ്ററുകളാണ് ഈ ട്രക്കുകൾ മുന്നേറിയതും. വിദേശ വിപണികളിൽ ടാറ്റ ട്രക്കുകൾ എത്താൻ തുടങ്ങിയിട്ട് 50 വർഷത്തിന് മുകളിലായി. നിലവിൽ 45 രാജ്യങ്ങളിലാണ് ടാറ്റ ട്രക്ക് കയറ്റുമതി ചെയ്യുന്നത്. 1961 ശ്രീലങ്കയിലേക്കാണ് ടാറ്റ ആദ്യമായി ട്രക്ക് കയറ്റുമതി ചെയ്തത്. 1969 ട്രക്കുകളിൽ ടാറ്റയുടെ മുഖമുദ്രയായ T പ്രത്യക്ഷപ്പെടുന്നത്. 1986 പ്രശസ്തമായ ടാറ്റ 407 പുറത്തിറങ്ങിയത്. ഐഷർ, മിത്സുബിഷി, DCM, ടൊയോട്ട, സ്വരാജ്, മസ്ദ മോഡലുകൾക്ക് കനത്ത ആഘാതമാണ് ടാറ്റ 407 നൽകിയത്. ലൈറ്റ് കൊമേഴ്സ്യൽ വാഹനങ്ങളിലെ ആദ്യ ഇന്ത്യൻ മുഖമാണ് ടാറ്റ 407. ഇന്ത്യയുടെ ആദ്യ മൾട്ടി യൂട്ടിലിറ്റി വാഹനം ടാറ്റ സുമോയ്ക്ക് പിന്നിലുമുണ്ട് ചെറിയ രഹസ്യം. സ്മൂത്ത് മുൾഖോക്കർ എന്ന മുൻ MDയെ അനുസ്മരിച്ചാണ് മോഡലിന് സുമോ എന്ന പേര് ടാറ്റ നൽകിയത്. ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ പ്രതിരോധ വാഹനങ്ങൾ ടാറ്റയാണ് നിർമ്മിച്ചു നൽകുന്നത്. പതിറ്റാണ്ടുകൾ നീളുന്നതാണ് ടാറ്റയും ഇന്ത്യൻ സൈന്യവും തമ്മിലുള്ള ബന്ധം. ആധുനിക സാങ്കേതികതയിൽ ഒരുങ്ങിയ ആദ്യ മെയ്ഡ് ഇൻ ഇന്ത്യ കാർ ഏതാണ്? ടാറ്റ ഇൻഡിക. നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം കമൻറ്റിലൂടെ.